നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്ക് എന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ? ഇല്ലേ? തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോടെ പാഴായി പോകത്തില്ലേ? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? അടുക്കള ഭാഗത്താ. അടുക്കള ഭാഗത്തോ? അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ല സാറേ, കൂടുതൽ അവിടെ കിട്ടുന്നത്. എടാ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ? കേരളത്തിലല്ലേ എന്റെ വീട് ഇരിക്കുന്നേ. ഈ സൗന്ദര്യത്തിന് മുന്നിൽ മയങ്ങി വിടാത്ത ഏതെങ്കിലും മഹാരാജാക്കന്മാരുണ്ടാവോ? ഈ സൗന്ദര്യം എനിക്കൊരു ശാപമാവുമോ ഇട്ടുണ്ണാനെ? ആയേക്കും, മിക്കവാറും മഹാറാണിമാർ അറിഞ്ഞാല്. സോറി എന്ന് ഞാൻ പറയില്ലട നാറി. സോറി ചത്തുപോയതിന്റെ അപ്പം വന്ന് പറയൂടെ പട്ടി തെണ്ടി. പട്ടി കടിച്ച മോള് എന്നെ കൊണ്ട് കടിപ്പിച്ച പട്ടി. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിളിയുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന് തന്നില്ലെങ്കിലോ? കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. അല്ല, ചേന പറിക്കുക. കഴിക്കാൻ എന്തോടി? ചേട്ടൻ പറിച്ച ചേനുണ്ട്, പുഴുങ്ങി തരാം. ഞാൻ ചോദിച്ചു, അറിഞ്ഞു തരാനല്ലേ ഭാര്യ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി? ഏയ് ഒന്നുമില്ലാലോ. രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളം ഒഴിച്ച് അരിയിട്ട് വേവിച്ച് പാകാവുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ. അങ്ങനെ ഒരുപാട് കൂവണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ. ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? മല. മല. കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന്. കുന്ന് നിന്റെ അമ്മയുടെ 16 ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ. അയ്യോ, എനിക്ക് സന്തോഷായി. മുളയിൽ നമ്മുടെ കാറാ. എന്തിനാ ഗേറ്റ് തുറക്കുന്നേ? അകത്ത് കയറ്റണ്ട, കുറച്ചേരം വെളിയിൽ കിടക്കട്ടെ. 4 ആള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്. അസലായിരിക്കുന്നു. ഇനിയിപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഞാൻ പറയട്ടെ, നാളെ രാവിലെ കൃത്യം 10 മണിയാകുമ്പോ ബാങ്കിൽ വരണം. ബാങ്കിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെല്ലാൻ വാങ്ങണം. വാങ്ങാൻ ചെല്ലണമെന്നല്ലേ? ചെല്ലാൻ വാങ്ങണം. അല്ല, വാങ്ങാൻ ചെല്ലണം. ഊഷ്മ വളയ്ക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ചട്ടുകം. ഞാൻ എന്താ ചോദിച്ചത്? ഉപ്പുമാ വിളക്കുന്ന ഉപകരണത്തിന്റെ പേരല്ലേ? നിന്നെ നാളെ 7 മണിക്ക് തൂക്കിക്കൊല്ലാൻ വിരിച്ചിരിക്കുന്നു. എന്താടോ ചിരിക്കുന്നത്? ഞാൻ എഴുന്നേക്കാൻ തന്നെ 10 മണിയാവും. സോഫേ, മഴയൊക്കെയാണ്. മഴയൊക്കെയാണ്. അതിന് അല്ല, ബെഡ്റൂമിലെ ചോർച്ചയുണ്ട്, ഒരു ബക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. തോളെ തൂങ്ങി കിടക്കുന്നത് പടവലൊന്നല്ലല്ലോ, കൈ തന്നെയല്ലേ? അപ്പൊ ആ കൈ കൊണ്ട് എടുത്തിട്ടേ ആ പാത്രത്തിന്റെ അവിടെ വെക്ക് കേട്ടോ. എല്ലാത്തിനും ഞാൻ വേണം. ചത്തേനെ. മഴയാണത്ര മഴ.